ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടുത്ത മാസം 15-ന് തുടങ്ങും. ആശമാരുടെ ഓണറേറിയം 3000 രൂപ കൂട്ടി. സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന UDF പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധിയാണ് 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം, വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കൽ എന്നിവ നടപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ വാക്കുപാലിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. വയോജന വകുപ്പ് രൂപീകരണത്തിന് മുന്നോടിയായി പഠനം നടത്തും. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ വയോജനക്ഷേമം നടപ്പിലാക്കാനാണ് പദ്ധതി. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എന്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച 12000 രൂപയാക്കി. അടിസ്ഥാന വിഭാഗങ്ങളിൽപ്പെട്ട മറ്റു മേഖലകളിലും വേതന പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലായി ആശാ വർക്കർമാരുടെ അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ വലിയ തുകയെന്നുള്ള 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. സംസ്ഥാനത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി ജാജു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി ടി ആസിഫ് അലിയും നിയമിച്ചു. ലോകായുക്ത വിവരാവകാശ കമ്മീഷൻ നിയമനം സംബന്ധിച്ച് സർക്കാർ നിലപാട് അറിയിക്കുന്നതുവരെ തീരുമാനമെടുക്കരുതെന്ന് ഗവർണറെ അറിയിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മെയ് 21-ന് പുതിയ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. ഇതിനായി സഭ ചേരാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. 22-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പും 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനവും നടക്കും. പുതുക്കിയ ബജറ്റ് അവതരണ തീയതി നിശ്ചയിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.